ആ ഓഫീസിലാണ് ബാത്റൂമിന്റെ വാതിക്കെ വരെ CCTV വിത്ത് സൗണ്ട് ട്രാക്കിംഗ് വെച്ചിരിക്കുന്നത്. ഇവർ എന്ത് കാര്യത്തിനാ ഞങ്ങൾ ആരും അറിയാണ്ട് ഈ സെക്രട്ടേറിയറ്റിൽ പോകുന്നു? അതിന്റെ ചാർജ് ആരാണ് വഹിക്കുക? അതിന്റെ ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളും ആരാണ് വഹിക്കുക? ഇതുവരെ ഒരു കണക്കുകളും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഒരു കണക്കുകൾ ചോദിച്ചാൽ പറയും താഴെ പോയിട്ട് നോക്കൂ എന്ന് പറയും. ഓരോ ECയിലും ഞങ്ങൾ കണക്കുകൾ ആവശ്യപ്പെടാറുണ്ട്. ഇവർ കണക്കുകൾ ഹാജരാക്കാറില്ല. ഇവരുടെ ട്രാവൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളും ചോദിക്കാറുണ്ട്, ചെയ്യാറില്ല. ഞങ്ങളുടെ പ്രസിഡന്റും ഈ പറയുന്ന ടിനി ടോം, സിജോയ്, കൈലാഷ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നിരവധി ഞങ്ങളുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിരവധി അനവധി പദ്ധതികളും അതിനുള്ള സ്പോൺസർഷിപ്പ് ആൾക്കാരെയും കൊണ്ടുവരാറുണ്ട്. ഈ സെക്രട്ടറി അതിനൊന്നും അനുവദിക്കാറില്ല. ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഈ ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്ന ക്യാമ്പയിനിങ് പോലും ജനുവരിയിൽ ഞങ്ങൾക്ക് വന്ന ഓഫറാണ്. ആ ജനുവരിയിൽ വന്നിട്ട് ഇവരുടെ ഉപേക്ഷ കുറ്റം കൊണ്ട് ഈ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ സെക്രട്ടറി പ്രസിഡന്റായ ശ്വേത ചേച്ചി വാശി പിടിച്ചിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പൊ നടത്താനായിട്ട് വില്ലിംഗ് ആയിരിക്കുന്നത്. അവിടെ ഒരു എന്താ പറയാ ഗൂഢസംഘമോ അധോലോക സംഘമോ ഒന്നും അല്ല നടക്കുന്നത്. അവിടെ സമാധാനപരമായിട്ട് ആർട്ടിസ്റ്റുകളാണ്, കലാകാരന്മാരാണ്, അവിടെ സന്തോഷമായിട്ട് പോകേണ്ട ഓഫീസാണ്. ആ ഓഫീസിലാണ് ബാത്റൂമിന്റെ വാതിക്കെ വരെ CCTV വിത്ത് സൗണ്ട് ട്രാക്കിംഗ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഇത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഞങ്ങളൊക്കെ മോശക്കാരാകുന്നത്. ടിനി ടോം മോശക്കാരിയാണ്, ലക്ഷ്മിപ്രിയ ഓൾറെഡി മോശക്കാരിയായി.